മാംഗല്യം 30. രചനാവതരണം നന്ദു അച്ചുകൃഷ്ണ. കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് വിമ്മിഷ്ടപ്പെട്ടുകൊണ്ട് കഞ്ഞി വാങ്ങി കുടിച്ചുകൊണ്ടിരുന്നവൾ പെട്ടെന്നുള്ള ഹരിയുടെ ചിരിയിൽ മണിക്കുട്ടി അവിടേക്ക് നോക്കി. അല്പം മുന്നേ വരെ ഭയത്തോടെയും വെപ്രാളത്തോടെയും മാത്രം നോക്കിയിരുന്നവൾക്ക് ഇത്തവണ അവന്റെ ചിരി കണ്ടെത്തിയപ്പോ ദേഷ്യമാണ് തോന്നിയത്. എന്താപ്പോ ഇത്രയും ചിരിക്കാൻ? മനസ്സിലെ പിണക്കം മുഖത്ത് വന്ന് എത്തി നോക്കിപ്പോയി. ഇവിടെ മോള് കാണിക്കുന്നത് പോരാഞ്ഞിട്ടാവും ഇപ്പൊ അച്ഛന്റെയും കൂടി വക. അല്ലെങ്കിലും കളിയാക്കാൻ ആള് മിടുക്കനാണല്ലോ. അവൻ ചിരിച്ചതിന്റെ പരിഭവത്തിൽ അവനെ ഒന്നുകൂടി കൂർപ്പിച്ചു നോക്കുക ചെയ്തു മണിക്കുട്ടി. ഇതേ സമയം ഹരിയോളം എത്തിയില്ലെങ്കിലും അതുപോലെ തന്നെ ചിരിച്ച് വായും പൊത്തി നിൽക്കുകയാണ് ശ്രീധരനും സീതയും. കാരണം ഹരിയുടെ ചിരിയിൽ പരിഭവം കൊണ്ടുള്ള ഒരു നോട്ടം മാത്രമേ അങ്ങേയറ്റം ഉണ്ടാകൂ. പക്ഷെ തങ്ങൾ രണ്ടുപേരും കളിയാക്കി ചിരിക്കുന്നത് അവൾക്ക് തോന്നിയാൽ മുഖം കേറ്റിപ്പിടിച്ച് പിണങ്ങി പരിഭവം പറഞ്ഞ് നടന്നു കളയും പെണ്ണ്. ഇനി ചിലപ്പോ മിണ്ടില്ലെന്നുമായി. വെറുതെ എന്തിനാ ഒരു നേരത്തെ സന്തോഷത്തിന്റെ പുറത്ത് ഒരാഴ്ചത്തേക്കുള്ള പണികൾ ഇരന്നു വാങ്ങുന്നത്? ഇത്രയൊക്കെ ആയിട്ടും സീത ചിരി പൊട്ടിക്കൊണ്ട് നേരിയതിന്റെ തുമ്പ് കൊണ്ട് അത് പൊത്തിപ്പിടിച്ചു. കണ്ണു, ഇങ്ങോട്ട് നോക്ക്. ആകാരം കഴിച്ചുമ്പോ ഇവിടെ നോച്ചണം. അമ്മ പറഞ്ഞിട്ടില്ലേ? അതോടെ കേട്ടതും ശ്രീധന്റെയും സീതയുടെയും കൈവിട്ടു പോയി സംഗതികൾ അത്രയും. അവരും ഹരിയോടൊപ്പം ചേർന്ന് ഉറക്കെ ചിരിച്ചുപോയി. പ്രത്യേകിച്ചും അവളുടെ ആ അമ്മ പ്രയോഗം കേട്ടിട്ട്. കുരുപ്പ് മനഃപൂർവ്വം നാണം കെടുത്താൻ ഇറങ്ങിയേക്കുക. ഇത്രയും ദിവസം താൻ എന്തൊക്കെ പറഞ്ഞാണ് ഇവളെ ഊട്ടിയത്? അതൊന്നുപോലും മറക്കാതെ പെണ്ണ് ഓർത്തു വെച്ച് എല്ലാം അക്കമിട്ട് പറയുന്നുണ്ട്. അതും കൃത്യമായി കാണേണ്ടവരുടെ മുന്നിൽ വെച്ച്. എന്റെ മഹാദേവ, ഇവിടെ നിന്നൊന്ന് എഴുന്നേറ്റ് പോകാമെന്ന് വെച്ചാലോ? അത് ചിന്തിക്ക പോലും വേണ്ട. ഇത്തിരി മുന്നേ അതിനൊന്ന് ശ്രമിച്ചപ്പോൾ പെണ്ണ് പഞ്ചായത്ത് കീറുന്ന പോലെയാ വാ തുറക്കാൻ തുടങ്ങിയത്. എന്തായാലും താൻ എല്ലാവരുടെയും മുന്നിൽ പെട്ടു. ഇനിയിപ്പം നനഞ്ഞു കയറുക തന്നെ. അവളെ ഒട്ടും കരയിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇഷ്ടത്തിലൊക്കെ നിന്നു കൊടുക്കുന്നത്. പക്ഷെ ഇതിപ്പോ ഇത്രയും വലിയ നാണക്കേടാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ശ്രീധരൻ മാമനും അമ്മയുമായിരുന്നെങ്കിൽ അവരിതൊക്കെ നേരത്തെ കണ്ടിട്ടുള്ളത് കൊണ്ട് അങ്ങ് പോട്ടേന്ന് വെക്കായിരുന്നു. ഇതിപ്പോ വേറൊരാള് നെട്ടനെ 6 അടി പൊക്കത്തിൽ മുന്നിൽ വന്ന് നിൽക്കുകയല്ലേ. ഇത്രയും ദിവസം തന്റെ നിഴൽവെട്ടം കണ്ടാൽ ആ ഭാഗത്ത് വരാത്ത മനുഷ്യനായിരുന്നു. ഇപ്പൊ നോക്കി, ഒരു മര്യാദ ഇല്ലാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അല്ലെങ്കിലും കാരണവർക്ക് അടുപ്പിലും ആകാലോ. പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ കഷ്ടകാലം. പിറുപിറുത്തുകൊണ്ട് പെണ്ണ് വിരൽത്തുമ്പിനാൽ ടേബിളിന് മുകളിൽ കിടക്കുന്ന ഷീറ്റ് നുള്ളി പറിച്ചെടുക്കുന്നുണ്ട്. ഇതേ സമയം പെണ്ണ് ചറുപിറെ പിറുപിറുക്കുന്നത് കണ്ടിട്ടും അവളുടെ ചുണ്ടിന്റെ ചലനത്തിൽ നിന്നും ഹരി നോട്ടം മാറ്റിയില്ല. അവൻ അത് കണ്ടുകൊണ്ടിരുന്നു. തന്റെ ഈ നിൽപ്പും ചിരിയും അവൾക്ക് അസ്വസ്ഥമാകുന്നുണ്ടെന്ന് ഇടയ്ക്കിടെ ഇങ്ങോട്ട് നോക്കുന്ന നോട്ടത്തിൽ നിന്ന് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അവിടുന്ന് മാറിപ്പോകാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷെ അങ്ങനെ ശ്രമിക്കുമ്പോഴാവും പൂവ് എന്തെങ്കിലും അടുത്തതായിട്ട് പറയുന്നേ. അറിയാതെ തന്നെ പിന്നെയും ശ്രദ്ധ അവളിലേക്ക് പോവും. ഓപ്പൺ മൗത്ത്, വാ തുയന്നേ. ചിന്തിച്ചു തീരും മുന്നേ പൂവിന്റെ ശബ്ദം കേട്ടു. സ്പൂൺ നീട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഇപ്പോഴും കക്ഷി. പൊന്നെ, കണ്ണിന് വയറ് നിറഞ്ഞടാ. ഇനി വേണ്ട. ഇനി ഞാൻ പൊന്നിന് വാരിത്തരാം. വന്നേ കുഞ്ഞു വായോ. എങ്ങനെയെങ്കിലും അവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന പോലെ അവൾ കസേരയിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റു. ഒപ്പം അവൾക്ക് സങ്കടം തോന്നാത്ത രീതിയിൽ ആ കവളിൽ മെല്ലെ ഒരു ഉമ്മയും കൊടുത്തു. നോ, നിയഞ്ഞില്ല. ഇനിയും കച്ചനം. കുഞ്ഞിന് ബലരുണ്ടേ. ആശാട്ടിക്ക് ഈ വാരിക്കൊടുപ്പ് സംഭവം ഇക്ഷ ബോധിച്ചു എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ മണിക്കുട്ടി പോവാതെ പിടിച്ചു നിർത്താനുള്ള മാർഗങ്ങൾ ഒന്നൊഴിയാതെ നോക്കി തിരയുകയാണ് പെണ്ണ്. അയ്യോ, അല്ലട പൊന്നെ, ശരിക്കും നിറഞ്ഞു. ദേ ഇപ്പൊ പൊട്ടിപ്പോകൂ എന്റെ വയർ. വയറ്റിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് മണിക്കുട്ടി പാവം പോലെ പറഞ്ഞതും ഇവിടെ കുഞ്ഞിപ്പെണ്ണിന്റെ കണ്ണുകൾ രണ്ടും കൂർത്തു. സത്യം നിറഞ്ഞു പൊട്ടി. മുഖമൊക്കെ ചുളുക്കി കരയുന്ന പോലെ മണിക്കുട്ടി പറഞ്ഞതും പൊന്ന് പാത്രം ടേബിളിലേക്ക് തന്നെ വെച്ച് അതിലേക്ക് എഴുന്നേറ്റ് നിന്നു. വീഴല്ലേ പൊന്നെ. അവളുടെ ചാടിത്തുള്ളി എഴുന്നേൽപ്പ് കണ്ട് കുഞ്ഞിനെ പിടിക്കാൻ മുന്നിലേക്ക് വന്ന ഹരിക്കും മുന്നേ മണിക്കുട്ടി അവളെ വട്ടം പിടിച്ചു. നാം വീയില്ല, സ്ട്രോങ്ങാ. കൈത്തുടയിലെ മസിൽ പെരുപ്പിച്ച് പറയുന്ന പെണ്ണിനെ കണ്ട് മണിക്കുട്ടി അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. അല്ലല്ലോ എന്റെ പൊന്ന് സ്ട്രോങ് അല്ലേ. ആ നേരം ഹരിയുടെ മനസ്സിലും ഏതാണ്ടൊക്കെ അങ്ങനത്തെ ഫീലിങ്സ് തന്നെ ആയിരുന്നു. ആണല്ലോ, കണ്ണന്റെ പൊന്ന് സൂപ്പറാ. അവൾ പിന്നെയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് സന്തോഷത്തോടെ നിർത്തുന്ന മണിക്കുട്ടിയില് ആദ്യമായി ഹരിക്ക് ചെറിയതല്ലാത്ത ഒരു കൗതുകം തോന്നി തുടങ്ങി. കണ്ണു, നീ നല്ല കുഞ്ഞല്ലേ. അയേ,
അവളുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഇത്തിരി ആടിക്കൊണ്ടുള്ള ചോദ്യത്തിൽ കുഞ്ഞിപ്പെണ്ണിനെ വയറ്റിലൂടെ ചേർത്ത് പിടിച്ച് മണിക്കുട്ടിയും ആടിക്കൊണ്ട് തന്നെയാണ് മറുപടി നൽകിയത്. അപ്പോ കഴിച്ചണ്ടേ? വേണ്ടല്ലോ, കണ്ണിന്റെ വയറ് നിറഞ്ഞല്ലോ. ആണോ? ആണല്ലോ. എങ്കി വയറ് കാണിച്ചേ, നോക്കട്ടെ വലുതായോന്ന്. കേട്ടതിൽ മണിക്കുട്ടി ഞെട്ടിപ്പോയി. അവള് മതിയെന്ന് പറയുമ്പോൾ താൻ പറയുന്ന അതേ വാചകം, സെയിം ഞെട്ടൽ മറ്റുള്ളവരിലുമുണ്ട്. കാണിച്ചേ കണ്ണു, നാൻ നോച്ചട്ടെ. പൂവ് അതിൽ കയറി പിടിച്ചു. അങ്ങനെ നോക്കണ്ട പൊന്നെ, നിറഞ്ഞിരിക്കുവാ. മണിക്കുട്ടി പെട്ടെന്ന് അവളെ പിടിച്ച് നോക്കാൻ തുടങ്ങിയ വയറിന്റെ ഭാഗത്തെ ചുരിദാറിൽ നിന്നും പിടിപിടിച്ച് വിട്ടുമാറി പിന്നിലേക്ക് പോകാൻ തുടങ്ങിയതും കുഞ്ഞി പെണ്ണവളെ കയറി വട്ടത്തിൽ പിടിച്ചു. അതും കഴുത്തിലൂടെയുള്ള ആ പിടിയിൽ മണിക്കുട്ടി അവൾക്കടുത്തേക്ക് തന്നെ നിന്നും പോയി. വയറ് കാണിച്ചിട്ട് പോയാ മതി. കണ്ണു നിന്റെ വയറ് നോക്കൂലോ, അപ്പൊ ഞാൻ കാണിച്ചു തരുമല്ലോ. എന്നിട്ട് നല്ല കുട്ടിയെന്ന് പറഞ്ഞ് കണ്ണു എന്റെ വയറ്റില് ഉമ്മ വെക്കൂലോ. നാനും നോക്കട്ടെ, നാനും ഉമ്മ വെക്കട്ടെ. പിന്നെ പിണങ്ങി വാശി പിടിക്കും പോലെ ചുണ്ടൊക്കെ പിളർത്തിയതും മണിക്കുട്ടി ആകെ പെട്ട പോലെയായി. താൻ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങളാണ് കുഞ്ഞിപ്പെണ്ണി പറയുന്നതും ചെയ്യുന്നതുമൊക്കെ. ഇന്നിപ്പോ അതിലെന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ നാളെ മുതൽ പെണ്ണിനെ കഴിപ്പിച്ചെടുക്കാൻ ഇതിലും വലിയ പാടായിരിക്കും. മണിക്കുട്ടി വല്ലാത്തൊരു നിസ്സഹായതയോടെ നോക്കിയത് ഹരിയുടെ മുഖത്തേക്കാണ്. എങ്ങനെയെങ്കിലും ഇതിന്ന് തന്നെ ഒന്ന് രക്ഷിച്ചുകൂടെ എന്നുള്ള അവളുടെ ആ മുഖം കണ്ടതും ഹരി മെല്ലെ അവൾക്കടുത്തേക്ക് നടന്നിരുന്നു. കാരണം ഇനി ഒരിത്തിരി നേരം കൂടി താൻ താമസിച്ചാൽ പെണ്ണ് അവളുടെ ചുരിദാറ് പൊക്കി വയറ് കണ്ടേ മാറൂ. കണ്ണു, എനിക്ക് ദേഷ്യം വരും, ബേം കാണിച്ചേ. പെണ്ണ് ഉണ്ടക്കണ്ണൊക്കെ ഉരുട്ടി അവളെ ദേഷ്യത്തോടെ നോക്കി ഭീഷണി പോലെയാണ് ഓരോ വാക്കും പറയുന്നത്. പൊന്നെ, കണ്ണു പറയുന്ന മോള് കേൾക്കില്ലേ? അത്രയും ദയനീയമായിട്ട് ഇവിടെ ഒരുത്തിയുടെ ചോദ്യം. കേക്കില്ല, നോ. നിർദാക്ഷിണ്യമായി നോ പറഞ്ഞുകൊണ്ട് പെണ്ണ് പിന്നെയും അവളുടെ ചുരിദാറിൽ പിടിമുറുക്കി. ഇതുവരെ അവർക്കടുത്ത് നോക്കി നിന്നവന് സംഭവം ആകെ കൈവിട്ടെന്ന് അതോടെ മനസ്സിലായി. ഇനിയിപ്പോൾ താൻ ഇടപെട്ടില്ലെങ്കിൽ ഇതാകെ കുഴപ്പമാകും. അതുകൊണ്ട് തന്നെ അവർക്കടുത്തേക്ക് നടന്ന് ഇത്തിരി മാറി നിന്നവൻ നേരെ അവർക്കരികിലേക്ക് എത്തി. പൂവേ, അച്ഛ പറയുന്ന കേട്ടേ. അടുത്തേക്ക് ചെന്ന് എടുക്കാൻ പറ്റാതെ ആകെ ഒരുതരം വെപ്രാളത്തിൽ നിന്നുകൊണ്ടാണ് ചോദ്യം. കാരണം പെണ്ണ് അവളെ കെട്ടിപ്പിടിച്ച് ഒരു കൈ ചുരിദാറിലും മറ്റേ കൈ തോളിലും വെച്ചിരിക്കുകയാ. എങ്ങനെയൊക്കെ എടുക്കാൻ നോക്കിയാലും മണിക്കുട്ടിയെ തൊടാതെ പറ്റില്ല എന്ന് തോന്നി ഒരിത്തിരി മാറി നിന്നുകൊണ്ടാണ് അവൻ ചോദിച്ചത്. അരി പഞ്ഞു, നാം കേത്തോളാം. അവന് മറുപടി കൊടുക്കുന്നുണ്ടെങ്കിലും മണിക്കുട്ടിയുടെ അടുത്തു നിന്നും പെണ്ണ് മാറിയില്ല. മോളെ, അച്ഛൻ എടുക്കാം, എന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം, വാ. അവൾക്ക് നേരെ കൈ നീട്ടുമ്പോൾ സാധാരണ ചാടിക്കേറി വരുന്ന പെണ്ണ് ഇന്ന് അനങ്ങിയത് പോലുമില്ല. പൂവി, വായോ, പോണ്ടേ. അരി, നാ വരുന്നില്ല. അവൻ ചോദിച്ച അതേ ടോണിൽ തന്നെ പെണ്ണ് മറുപടി കൊടുത്തുകൊണ്ട് ഇപ്രാവശ്യം അവളുടെ എളിയിലേക്ക് ചാടി. അത് കണ്ടതും മണിക്കുട്ടിക്ക് ഒരല്പം ആശ്വാസം തോന്നി. കാരണം പെണ്ണ് ചുരിദാറിന്റെ പിടിവിട്ട് ഇപ്പോൾ കഴുത്തിലൂടെ ചുറ്റിയാണ് ഇരിക്കുന്നത്. പൂവേ, ഇത്തവണ അവന്റെ ശബ്ദത്തിൽ ഇത്തിരി ഗൗരവം നിറഞ്ഞു. അതറിഞ്ഞതും പെണ്ണ് അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം അമർത്തി. പൂ. അവന്റെ ശബ്ദം മാറുന്നെന്ന് കേട്ടതും പെട്ടെന്ന് മണിക്കുട്ടി അവനെ നോക്കി തല വിലങ്ങനെ ആട്ടി. കാരണം ഹരിയുടെ ആ ശബ്ദം മാറിയാൽ അപ്പോഴേ കുഞ്ഞ് കരഞ്ഞു തുടങ്ങും. ഒന്നാമത് പനി മാറിയിട്ട് നേരത്തോട് നേരമായി കഴിഞ്ഞിട്ടില്ല. മാഷുണ്ടായിരുന്നെങ്കിൽ പിന്നെയും പോട്ടെ. ഇതിപ്പോ ആളെ കൊണ്ട് പറ്റത്തൊന്നുമില്ല കുഞ്ഞിനെ നോക്കാൻ. വേണമെങ്കിൽ പനി കൂട്ടുകയും ചെയ്യും. മനസ്സിലെ പലവിധ ചിന്തകളിൽ ഒരു നിമിഷം മണിക്കുട്ടിക്ക് അവനോട് വല്ലാത്തൊരു ദേഷ്യം തോന്നി. ഹരി, കുഞ്ഞ് അവളുടെ കൂടെ നിൽക്കട്ടെ, വാ കഴിക്കാം. ഇത്തവണ ശ്രീധരനോട് മറുത്തു പറയാൻ കഴിയാതെ അവൻ പോയി കസേരയിലേക്കിരുന്നു. രാത്രി കഞ്ഞി ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? അവനോട് ശ്രീധരൻ പറയുമ്പോൾ ഇതേ ചോദ്യമായിരുന്നു മണിക്കുട്ടിയുടെ മനസ്സിലും. ആളിന് രാത്രി കഞ്ഞി ഇഷ്ടമാണോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഇനിയിപ്പോ അല്ലെങ്കിലും പ്രശ്നമില്ല, ഫ്രിഡ്ജിൽ ദോശമാവിരിപ്പുണ്ട്. ഒരു തക്കാളി ചട്നി ഉണ്ടാക്കാൻ നേരവും വേണ്ട. അതുകൊണ്ട് തന്നെ അവന്റെ മുഖത്തേക്കായി അവളുടെ നോട്ടമത്രയും. എനിക്കങ്ങനെ വലിയ നിർബന്ധങ്ങളൊന്നുമില്ല ശ്രീധരേട്ടാ. അതിന്റെ അർത്ഥം ചെറിയ ചെറിയ നിർബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് അല്ലേ? സീത അവന്റെ മുന്നിലേക്ക് കുഴിഞ്ഞൊരു പാത്രം വെച്ച് നല്ല കുത്തരിക്കഞ്ഞി ഒഴിച്ചുകൊണ്ട് ചോദിച്ചു. അമ്മയുണ്ടായിരുന്ന കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചി അടുക്കളയിൽ കയറിയപ്പോൾ അതിൽ ചിലതൊക്കെയായി. പിന്നെ പിന്നെ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാതായി. മുന്നിലെ കഞ്ഞിയിലേക്ക് സ്പൂൺ ഇടുമ്പോൾ അവൻ പറഞ്ഞ വാക്കുകൾ ഒരുപോലെ 3 പേരെയും ഉലച്ചു.
കാര്യം ആള് സാധാരണയായി പറഞ്ഞതാണെങ്കിലും അതിലടങ്ങിയ വേദന അവർക്കെല്ലാം മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഉള്ളു പിടഞ്ഞ പോലെ തോന്നിയ വേദനയിലും സീത പെട്ടെന്ന് അവന്റെ അരികിലേക്ക് അല്പം കൂടി ചേർന്ന് നിന്നു. ഇനിയിപ്പോ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പൊടിതട്ടി എടുത്തോ കേട്ടോ. ഇവിടെയും നിനക്കൊരമ്മയുണ്ട്, നിന്റെ വാശികളൊക്കെ സാധിച്ചു തരാൻ വേണ്ടി. സീത അവന്റെ തലയിലൂടെ വിരലോടിച്ചു പറയുമ്പോൾ ഹരിയുടെ തൊണ്ട ഒന്നൂടുടക്കി. ഉള്ളിൽ നിന്നും തേങ്ങി വരുന്ന സങ്കടം ചുണ്ടുകളിലെത്താതെ അവൻ വല്ലാതെ പാടുപെടുന്നത് കൊണ്ട് തന്നെ ആ മുഖം കുനിച്ചു. ഒരു നിമിഷം അവന്റെ മുഖം ഒരു മിന്നായം പോലെ മണിക്കുട്ടിയുടെ കണ്ണിൽ മാത്രം വ്യക്തമായി. മുഖം വിവർണമാകുന്നതിനൊപ്പം അവന്റെ കണ്ണിലെ സങ്കടം അവൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അവളുടെ ഹൃദയം കനത്തത് പെട്ടെന്നാണ്. അത്രയും പ്രിയപ്പെട്ട ഒരാളുടെ ശൂന്യത കാലങ്ങൾക്കിപ്പുറം അതേ വികാരത്തോടെ നിൽക്കുമെന്ന് അവൾക്കറിയാത്തതൊന്നുമല്ലല്ലോ. മതി കാര്യം പറഞ്ഞുകൊണ്ട് നിന്നത്. ഹരി വൃത്തിയായിട്ട് കഞ്ഞി കുടിക്ക്. ദേ ചുട്ട ചമ്മന്തി പപ്പടം ഒക്കെയുണ്ട്. വയറു നിറച്ച് കഴിച്ചിട്ട് നന്നായി കിടന്നുറങ്ങ്. എന്തായാലും വെളുപ്പിനെ യാത്ര തിരിക്കേണ്ടതല്ലേ. ശ്രീധരന്റെ സംസാരം കേട്ടതും മണിക്കുട്ടി കാര്യം മനസ്സിലാവാതെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നവരെ മാറി മാറി നോക്കി. എന്തെങ്കിലും ഒന്ന് എടുത്തു ചോദിക്കാമെന്ന് വെച്ചാൽ അടുത്തിരിക്കുന്നവന്റെ മുന്നിൽ വെച്ച് ചോദിക്കാനും വയ്യ. അതുകൊണ്ട് തന്നെ പിന്നെ ചോദിക്കാമെന്ന് കരുതി തന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നവളുമായി അവൾ പുറത്തേക്കിറങ്ങി. വാശിക്ക് തോളിലേക്ക് ചാഞ്ഞു കിടന്നവൾ ഇത്തിരി നേരത്തേക്കൊന്ന് ഉറങ്ങിയപ്പോൾ തന്നെ ഉറക്കം പിടിക്കുന്നതാണ് മണിക്കുട്ടി കണ്ടത്. എങ്കിൽ പിന്നെ കുഞ്ഞിനെ ഉറക്കിയിട്ടാകാം കഴിപ്പെന്ന് കരുതിയിട്ടാണ് അവള് പുറത്തേക്ക് ഇറങ്ങിയത് തന്നെ. പെട്ടെന്നുള്ള പെണ്ണിന്റെ പുറത്തേക്ക് പോക്ക് കണ്ട് ഹരി അവളെ ഒന്ന് നോക്കി. എന്താ ഹരി? അവന്റെ നോട്ടം കണ്ട് ശ്രീധരനാണ് ചോദിച്ചത്. അത് ആ കുട്ടി കഴിച്ചില്ലല്ലോ. മടിച്ചുകൊണ്ടായിരുന്നു അവന്റെ ചോദ്യമെങ്കിലും ആദ്യമായി ദേഷ്യമില്ലാതെ മണിക്കുട്ടിയെ അവൻ ചോദിച്ചതിന്റെ സന്തോഷമായിരുന്നു രണ്ടുപേർക്കും. മോൾക്ക് ഉറക്കം വരുന്നു തോന്നുന്നു ഹരി. അവളെ ഉറക്കിയിട്ട് വന്ന് കഴിച്ചോളും. മറുപടി എത്തിയതും ഹരി കഴിക്കാൻ തുടങ്ങി. കഞ്ഞി കുടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നവൻ കാണുന്നത് തന്റെ കുഞ്ഞിനെ തോളിലിട്ടാട്ടി പുറത്ത് മെല്ലെ തട്ടി ഉറക്കുന്നവളെയാണ്. അവൻ മെല്ലെ അവൾക്കരികിലെത്തി. പിന്നിൽ ആരുടെ സാമീപ്യം അറിഞ്ഞ് തിരിഞ്ഞു നോക്കുന്നവൾ കാണുന്നത് കയ്യും കെട്ടി തന്നെ നോക്കി നിൽക്കുന്നവനെയാണ്. അതുവരെ അവളിൽ ഇല്ലായിരുന്നൊരു വെപ്രാളം ആകെ മൊത്തത്തിൽ അവളെ കയറി പിടികൂടി. കുഞ്ഞുറങ്ങി, ഞാൻ എടുക്കാം. ആദ്യമായി അത്രയും സമാധാനത്തോടെ ഹരി അവളോട് പറഞ്ഞു. അല്പം കൂടി അടുത്തേക്ക് ചെന്നവൻ കുഞ്ഞിനെ ഉണർത്താതെ മെല്ലെ അവളുടെ തോളിൽ നിന്നെടുത്തു. അതുവരെ ഉണ്ടായിരുന്ന ചൂട് പെട്ടെന്ന് മാറിയതിന്റെയാകാം കുഞ്ഞൊന്ന് ചിണുങ്ങിക്കൊണ്ട് പിന്നെയും മണിക്കുട്ടിയുടെ നെഞ്ചിലേക്ക് പോയതും ഇത്തിരി ബലത്തിൽ അവൾ കുഞ്ഞിനെ എടുത്ത് കയ്യിലേക്ക് കൊടുത്ത് അവൻ ആ കുഞ്ഞിനെ എടുത്ത് തോളിലേക്കിട്ടു. ഇതിനിടയിൽ മണിക്കുട്ടിയും ആ പിടുത്തത്തിൽ അവന്റെ നെഞ്ചിലേക്കൊന്ന് ആഞ്ഞു പിടിച്ചിരുന്നു. വെപ്രാളത്തിൽ അവൾ പെട്ടെന്ന് പിന്നിലേക്ക് മാറി. പക്ഷേങ്കിൽ കാലുമടുത്തു. സൂക്ഷിച്ച്. വീഴാൻ പോയവളെ കൈത്തണ്ടിൽ പിടിച്ച് നേരെ നിർത്തിക്കൊണ്ട് ഹരി പറഞ്ഞു. അത് ഞാൻ പെട്ടെന്ന്. അവൾ ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ആ അവസ്ഥ പിന്നെയും നിലതെറ്റിക്കുന്ന പോലെയായിരുന്നു അവനിൽ നിന്ന് കേട്ട അടുത്ത വാക്ക്. സോറി. പതിയെങ്കിലും ഉറച്ചു കേട്ട ശബ്ദത്തിൽ അവൾ ഞെട്ടിക്കൊണ്ട് ആ മുഖത്തേക്ക് ഒരിക്കൽ കൂടി നോക്കി. എന്താണ് താൻ കേട്ടത് എന്നുള്ള സംശയം മുഖത്ത് നിഴലിച്ചുകൊണ്ട് തന്നെ. സോറി. പതിയെ കേട്ട ശബ്ദം തന്റെ ചെവി മുഴങ്ങിയതാണോന്നുള്ള സംശയത്തിൽ അമ്പരപ്പോടെ പെണ്ണ് പിന്നെയും അവനെ നോക്കി. അത്രയും നേരം അവളിൽ കണ്ട പതറിച്ച മാറി ഞെട്ടൽ കണ്ടതും താൻ പറഞ്ഞത് അവളെ ആകെ ഉലച്ചെന്ന് ഹരിക്ക് മനസ്സിലായി. താൻ ഇങ്ങനെ നോക്കണ്ട. ശരിക്കും ഞാൻ തന്നോട് സോറി പറഞ്ഞതാണ്. ഒരിക്കൽ കൂടി അവനത് വീണ്ടും പറഞ്ഞതും പെണ്ണിന്റെ കണ്ണിൽ സങ്കടമാണോ ദേഷ്യമാണോ അമ്പരപ്പാണോ എന്നൊന്നും അറിയാത്ത ഏതൊക്കെയോ വികാരങ്ങൾ മാറി മറിഞ്ഞു. ഒരാളുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് സോറി പറയുന്നത് തെറ്റാണെന്നറിയാം. ഇന്നലെ പക്ഷേ മോള് വീഴുന്ന കണ്ടപ്പോൾ ഞാൻ ഭയന്നുപോയി. ആ പേടിയുടെ പുറത്ത് എന്തൊക്കെയോ പറഞ്ഞു പോയതാണ്. തനിക്ക് തനിക്ക് വിഷമമായി എന്നെനിക്കറിയാം. പക്ഷേ തനിക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ. അവന്റെ ശബ്ദം ഒന്നറച്ചു. എനിക്ക് എനിക്ക് പ്രശ്നമൊന്നുമില്ല സർ. അവന്റെ കണ്ണിലെ നനവിനെ ഇനി ഒരിക്കൽ കൂടി കാണാൻ വയ്യാത്ത പോലെ അവൾ പെട്ടെന്ന് കയറി പറഞ്ഞു. ഇന്നലെയാണെങ്കിലും ഇതിനു മുന്നേ ആണെങ്കിലും അവന്റെ വാക്കുകൾ മുറിവേൽപ്പിച്ചത് അത്രയും ഹൃദയത്തിനാണ്. അതുകൊണ്ടാവും ഇന്ന് അവൻ ഹൃദയം തൊട്ടൊരു മാപ്പ് പറഞ്ഞപ്പോൾ അതൊക്കെ അവളെ കൊണ്ട് അത്രയും പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റിയതും അവൾ തയ്യാറായതും. ഇതിനു മുന്നേയും തന്റെ കാര്യത്തിൽ എനിക്ക് കുറേയധികം കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും പൂർണ്ണമായി ഇതുവരെ മാറിയിട്ടുമില്ല. എന്നാലും എവിടെയൊക്കെയോ ഞാനായിരുന്നു തെറ്റെന്നൊരു തോന്നൽ. അതുകൊണ്ട് ഒരിക്കൽ കൂടി സോറി. ഇന്നലെ അവളെ പറഞ്ഞതിന്റെ കുറ്റബോധവും
അച്ഛൻ മിണ്ടാതിരുന്നപ്പോൾ തന്നെ തോന്നി തുടങ്ങിയതാണ്. അതിന്റെ ഒപ്പം കുറച്ചു മുന്നേ ചേച്ചി കൂടി ഓരോന്ന് പറയുന്ന കേട്ടതും എന്തോ താനായിരുന്നു തെറ്റെന്നൊരു തോന്നൽ. അതിന്റെ ഒപ്പം ഇന്ന് അവള് മോളോട് പെരുമാറുന്നതും ആഹാരം കൊടുക്കുന്നതും ഉറക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ താൻ അവളെപ്പറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നതൊക്കെ തെറ്റാണെന്നുള്ള ചിന്ത പിന്നെയും പിന്നെയും വന്ന് ഹൃദയത്തിനെ വല്ലാതെ കുത്തി നോവിക്കുന്നു. ചെയ്തതും പറഞ്ഞതുമൊക്കെ തെറ്റാണെങ്കിൽ ആരോടാണെങ്കിലും മാപ്പ് പറയാൻ എന്റെ അനിയൻ വലിപ്പച്ചെറുപ്പം നോക്കില്ലെന്ന് പറഞ്ഞ ചേച്ചിക്കറിയാം, അല്ലേടാ അനിക്കുട്ടാ? നർമ്മദയുടെ ആ ഒരൊറ്റ വാചകം നൽകിയ ധൈര്യത്തിലാണ് ഇന്നിപ്പോൾ ഈ മാപ്പ് പറച്ചിൽ. അവളെ നോക്കി ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ടവൻ കുഞ്ഞുമായി 2 ചുവട്ടടി നടന്നു. പിന്നെ എന്തോ ഓർത്ത പോലെ അവളെ തിരിഞ്ഞു നോക്കി. നാളെ അച്ഛനെ വിളിക്കാൻ ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നുണ്ട്. ശ്രീധരേട്ടനും ഇവിടുത്തെ അമ്മയും വരുന്നുണ്ടെന്ന് പറഞ്ഞു എന്റെ നാട് കാണാൻ. തനിക്ക് ബാക്കി എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടി അവനൊന്ന് അറച്ചു. എന്നാൽ അവനെന്താ പറയാൻ പോകുന്നതെന്നുള്ള വെപ്രാളവും കേൾക്കാനുള്ള ആകാംക്ഷയും പെണ്ണിന്റെ കണ്ണുകളിൽ ഉണ്ടായിട്ടും ആ കണ്ണുകൾ വല്ലാതെ ചുരുങ്ങി. മുഖം അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി വീണ്ടും നിന്നു. അത് കണ്ടതുകൊണ്ടാകും ഹരി ഒരിക്കൽ കൂടി അവളെ മിഴി ഉയർത്തി നോക്കി. ബുദ്ധിമുട്ടില്ലെങ്കിൽ താനും പോര്. അത്രയും പറഞ്ഞുകൊണ്ടവൻ വെട്ടിത്തിരിഞ്ഞ് വേഗം നടന്നുപോയി. പറയേണ്ടതൊക്കെ പറഞ്ഞ് അവനങ്ങ് നടന്നുപോയെങ്കിലും കേട്ട കാര്യത്തിന്റെ ഞെട്ടലിൽ അവൾ അവിടെ തറഞ്ഞു നിന്നുപോയി. അവൻ വന്ന് സോറി പറഞ്ഞപ്പോൾ തന്നെ പകച്ചു പോയതാണ് മനസ്സ്. അതിന്റെ പിന്നാലെയുള്ള കുമ്പസാരം കൂടി കേട്ടതും ആകെ തകർന്നു. എങ്കിലും തന്നെ മനസ്സിലാക്കിയല്ലോ എന്നൊരു സന്തോഷം കൊണ്ട് ഹൃദയം നിറഞ്ഞു കവിയുന്ന നേരത്താണ് ഇപ്പോ ഇങ്ങനെയൊരു ഓഫറും. തലയ്ക്കുള്ളിൽ കിളിപാറാൻ പിന്നെ വേറെ നേരം വേണോ? അവൻ വീട്ടിൽ കയറി വാതിലടച്ചിട്ടിട്ട് പോലും അവളുടെ കാലുകൾ നിന്നിടത്തു നിന്ന് അനങ്ങിയില്ല. ശരീരമാകുന്ന പടരുന്ന തരിപ്പിൽ കൈയും കാലും പോലും അനങ്ങാത്ത അവസ്ഥ. അതെ, കുറെ നേരമായി മഞ്ഞു കൊള്ളാൻ തന്നിട്ട്. ഇനിയിപ്പൊ പനി പിടിപ്പിക്കാൻ കൂടി നിൽക്കണ്ട. കേറി വന്ന് വല്ലതും കഴിച്ചിട്ട് കിടക്കാൻ നോക്ക് കൊച്ചേ. വാതിലിൽ നിന്ന് സീത പറഞ്ഞെങ്കിലും അവളുടെ അനങ്ങാതെയുള്ള നിൽപ്പ് കണ്ട് അവര് പടിയിറങ്ങി മുറ്റത്തേക്ക് ചെന്നു. എടി കൊച്ചേ, നീ എന്താ ഇപ്പൊ അന്തം കണ്ട പെരിച്ചാഴിയെ പോലെ പുറത്തു തന്നെ നോക്കി നിൽക്കുന്നത്? അവളുടെ തോളിൽ തട്ടിയുള്ള ചോദ്യത്തിന് തിരികെ മുറുകെ കെട്ടിപ്പിടിച്ച് അവരുടെ കവിളിൽ അമർത്തി ചുംബിച്ചാണ് പെണ്ണ് മാറിയത്. എന്താ കൊച്ചേ, എന്തു പറ്റി? നട്ടപ്പാതിരക്ക് നിനക്ക് വല്ല ലോട്ടറിയും അടിച്ചോ? അല്ല, എന്താ ഇപ്പൊ ഇത്ര സന്തോഷം? അവളുടെ ചിരിച്ച മുഖവും വിടർന്ന കണ്ണുകളും കണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ ശ്രീധരനും അവിടേക്ക് ചെന്നു. അമ്മയും മകളും കൂടി ഇന്ന് മുറ്റത്ത് നിന്ന് നേരം വെളുപ്പിക്കാനാണോ പ്ലാൻ? സീതയെ തണുപ്പടിച്ചിട്ട് നടുവേദന കൂട്ടരുത്. നീയും കേറി വന്ന് കഴിക്കാൻ നോക്ക് വെച്ചേ. രാത്രി ഒരുപാടായി, രാവിലെ യാത്രയുള്ളതാ. ഞാനും ഇവളെ കഴിക്കാൻ വിളിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ കാണുന്നത് പെണ്ണ് നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെ വെറുതെ നിന്ന് ചിരിക്കുന്നതാ. കാര്യം ചോദിച്ചപ്പോൾ ദേ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്നു. കാര്യം അറിയില്ലെങ്കിലും അവളുടെ പുഞ്ചിരിക്കൊപ്പം ചിരിച്ചുകൊണ്ടാണ് സീത പറഞ്ഞത്. എന്നാടി മോളെ ഇത്രയ്ക്ക് സന്തോഷം വരാൻ? അവളുടെ മുഖത്ത് കാണുന്ന സന്തോഷത്തിൽ വല്ലാത്തൊരു ഔത്സുക്യം അദ്ദേഹത്തിന്റെ മുഖത്തും നിറഞ്ഞു. ഒപ്പം കാര്യമറിയാനുള്ള ആകാംക്ഷയും. അതേ, പിന്നെ ഉണ്ടല്ലോ, പൊന്നിന്റെ അച്ഛനില്ലേ? പൊന്നിന്റെ അച്ഛനോ? ശ്രീധരന്റെ നെറ്റി ചുളിഞ്ഞു. എന്റെ ശ്രീധരേട്ടാ, നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്റെ അച്ഛൻ. ഹരിയെ പറ്റിയാ ഇവള് പറയുന്നേ. ഓ ഓ ഓ, ഹരിക്ക് എന്തു പറ്റി? അവൻ പിന്നെയും നിന്നെ ചീത്ത പറഞ്ഞോ? അത്രയും നേരം സന്തോഷത്തിലിരുന്ന ശ്രീധരന്റെ മുഖം നിമിഷം കൊണ്ടാണ് ഗൗരവത്തിലായത്. എന്റെ പൊന്ന് ശ്രീധരേട്ടാ, തോക്കിൽ കയറി വെടിവെക്കല്ലേ. അവൻ ഇവളെ ചീത്ത പറഞ്ഞതായിരുന്നെങ്കിൽ പെണ്ണിങ്ങനെ പൂത്തിരി കത്തിച്ച പോലെ നിൽക്കുമോ? അവരുടെ ആ ചോദ്യം ശരിയാണല്ലോ എന്ന പോലെ അദ്ദേഹം അവളെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. നീ പറഞ്ഞോ മോളെ, ഹരി? പൊന്നിന്റെ അച്ഛൻ എന്നോട് സോറി പറഞ്ഞു. ആര്? ഹരിയോ? രണ്ടുപേരും ഒരുപോലെയാണ് ചോദിച്ചത്. അവളെ ചിരിച്ചും കൊണ്ട് തലകുലുക്കി അവൻ പറഞ്ഞ കാര്യങ്ങൾ അത്രയും അവരോട് പറഞ്ഞു. ഒപ്പം ചെല്ലാൻ വിളിച്ചത് മാത്രം പറഞ്ഞില്ല. കാരണം അതിനു മുന്നേ സീത അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. ഹോ, സന്തോഷം. ചെക്കന്റെ മനസ്സിൽ നിന്നെ പ്രതിയുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറിയല്ലോ. അത് തന്നെ വലിയ കാര്യം. സത്യം ശ്രീധരേട്ടാ, കുറച്ചു മുന്നേ അവന്റെ പെങ്ങള് കൊച്ച് എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ അവനെ വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. പിന്നെ കൈമളേട്ടന്റെ പോക്കും കൂടി ആയത് ചെറുക്കൻ നല്ലോണം ഭയന്നു തോന്നുന്നു. എന്തായാലും ഏട്ടന്റെ പിണക്കം കൊണ്ട് ഇങ്ങനെ ഒരു ഗുണമുണ്ടായത് നന്നായി. എന്തായാലും മാഷിന്റെ പിണക്കം കൊണ്ട് ശരിക്കും ഗുണമുണ്ടായത് നിനക്കാട്ടോ മണിക്കുട്ടി.
ചിരിച്ചുകൊണ്ടുള്ള അമ്മയുടെ പറച്ചിൽ കേട്ടതും അവളും സന്തോഷത്തോടു കൂടി തല കുലുക്കി.